UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണോ നിങ്ങളുടെ ലക്ഷ്യം? അതിനായി ഒരു കോച്ചിങ്ങിന് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ കോച്ചിങ് തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിനായി നമുക്ക് UPSCയുടെ തന്നെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള UPSC നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിക്കുക. അതിൽ നിന്ന് UPSC എക്സാമിനേഷൻ എഴുതാൻ വേണ്ട എലിജിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. അടുത്തതായി ആ UPSC എക്സാമിനേഷനിൽ ഏതൊക്കെ സർവീസുകളാണ് വരുന്നത്, ഏതൊക്കെ പോസ്റ്റിലോട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ ആ UPSC സിലബസ് എടുത്തു വെച്ച് നോക്കണം. സിലബസ് നമ്മൾ നോക്കുന്നത് മൈക്രോ ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാനല്ല, മറിച്ച് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉള്ളത്, ആ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനാണ്. ചോദ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചോദ്യങ്ങളെ മനസ്സിലാക്കാനായി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. UPSC എക്സാമിനേഷൻ 3 തലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതിൽ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ മെയിൻസ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റഡ് ആയിട്ടും അനലൈസ് ചെയ്യുക. കാരണം എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഏതൊക്കെ ലെവലിൽ ചോദ്യങ്ങൾ വരാം എന്ന് മനസ്സിലാക്കുക. UPSCയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അത് പലർക്കും അറിയുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ UPSC പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് മുൻപേ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കടന്നു പോവുക. 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT പുസ്തകങ്ങൾ കൃത്യമായി വായിച്ച് പഠിക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഒരു കോച്ചിങ്ങിലോട്ട് വരാനായിട്ട്. ഇനി അത് മാത്രമല്ല, ഈ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ UPSC ജേർണി ഈസി ആക്കും. അപ്പൊ നിങ്ങൾ ഒരു കോച്ചിങ്ങിന് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് നേരത്തെ തന്നെ ചൂസ് ചെയ്യാനും അതുപോലെ അതിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിനൊക്കെ പുറമെ ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ ഒരു അഭിരുചി വളർത്തിയെടുക്കുക. പൊതുവെ ന്യൂസ് പേപ്പർ വായിക്കാൻ കുറെ പേർക്ക് മടിയാണ്. ഇനി ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും സ്പോർട്സ് കോളങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗങ്ങളോ മാത്രം കാണുന്നവരും ഉണ്ടാവും. പക്ഷേ UPSC കോച്ചിങ്ങിനായിട്ട് വരുമ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ഇന്റർനാഷണൽ ന്യൂസസ് വായിച്ചിരിക്കണം. അപ്പോൾ അതിനോടുള്ള ഒരു അഭിരുചി നിങ്ങൾ ഇപ്പോഴേ വളർത്തിയെടുക്കുക. UPSCക്ക് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ദി ഹിന്ദു എന്ന ന്യൂസ് പേപ്പറാണ്. അതിൻ്റെ ലാംഗ്വേജ് നമ്മുടെ റീജിയണൽ ന്യൂസ് പേപ്പറിലെ ഇതുപോലെയല്ല, അത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾ UPSC കോച്ചിങ്ങിലോട്ട് വരുന്നതിന് മുൻപേ 1-2 മാസം മുന്നേ തന്നെ നിങ്ങൾ ദി ഹിന്ദു എന്ന ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുക. ആ ഭാഷയുമായി നിങ്ങൾ കുറച്ച് പരിചയപ്പെടുക. ഇനി നമുക്ക് UPSCയിൽ പ്രിലിംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് CSAT പേപ്പർ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനുമാണ് ഉള്ളത്. അപ്പോൾ മാത്സ് പൊതുവെ പുറകിലായിട്ടുള്ള കുട്ടികൾ മാത്സിനോടുള്ള നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സിമ്പിൾ അരിത്തമെറ്റിക്സും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള മാത്സും നിങ്ങൾ അവിടെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഫൈനലി നമ്മുടെ UPSCയിലെ ഒരു ഭാഗമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇന്റർവ്യൂ. അതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണ് അളക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് UPSCയിൽ വളരെ അനിവാര്യമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ UPSC പ്രിപ്പറേഷനിലോട്ട് ഇറങ്ങുന്നതിന് മുൻപേ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തതിനു ശേഷം നിങ്ങളൊരു കോച്ചിങ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ UPSC പ്രിപ്പറേഷൻ വളരെ ഇമ്പാക്റ്റോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുക.